ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇത് നമ്മളെ സ്വന്തം ഭാരതപ്പുഴ കേട്ടോ. മഴയില്ല, നല്ല വെയിലാണ്. ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിച്ചൊരു കാര്യമാണ് പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയും ബന്ധിപ്പിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണ് എന്നുള്ളത്. കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അഥവാ കുമ്പിടി പാലം. ഈ റെഗുലേറ്റർ ബ്രിഡ്ജും അതുപോലെ തന്നെ റെഗുലേറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. റെഗുലേറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഷട്ടറുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനം കടന്നു പോകുന്ന വിധത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഒരു പാലം തന്നെയാണ് അത്തരം. മറ്റേത് വെറും റെഗുലേറ്റർ മാത്രമാണ്. എന്നുവെച്ചാൽ ഷട്ടറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് താഴ്ത്താനും പൊന്തിക്കാനും പറ്റുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. പാലത്തിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം വന്ന സമയത്ത് തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പെയിന്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപ് സ്ഥലം ഏറ്റെടുക്കുന്നതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലമെല്ലാം പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് തുടങ്ങാനിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ടുമുണ്ട്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 102 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നു കേട്ടോ. അന്ന് പാലത്തിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലായിരുന്നു. ഷട്ടറിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അന്ന് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് കയറാൻ സാധിച്ചിരുന്നു. കാരണം ഇതിന്റെ ഇവിടെ അവരുടെ വാഹനം കയറാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് പൊന്തിച്ചിരുന്നു. ഇപ്പൊ എന്തായാലും അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുമുണ്ട്. 418 മീറ്റർ ആണ് ടോട്ടലായിട്ട് ഈ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 11 മീറ്റർ വീതിയുണ്ട്. 1.5 മീറ്റർ വീതി വെച്ചിട്ട് 2 ഭാഗത്തും നടപ്പാതയുമുണ്ട്. 29 ഷട്ടറുകളാണ് പൂർണ്ണമായിട്ടുള്ളത്. 2022 ഇതിന്റെ പണികൾ ആരംഭിച്ചത്. ഫസ്റ്റ് ഞാൻ കുമ്പിടി പാലത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2023 ജൂണിലാണ്. 2022 ഡിസംബറിൽ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. 2 വർഷമായിട്ട് മഴ നന്നായി പെയ്തു. അതുപോലെ തന്നെ ഭാരതപ്പുഴയിൽ വെള്ളം കയറിയുകൊണ്ട് പണികൾ പല സമയത്തും നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. എന്തായാലും പണികളെല്ലാം അതിവേഗം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഏകദേശം 2-3 മാസം കൊണ്ട് പണികൾ കഴിയുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ 29 ഷട്ടറാണ് ഇതിലുള്ളത്. അതിൽ ഇപ്പോൾ നിലവിൽ 3-4 ഷട്ടറുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ജലസംഭരണി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. അതിന് കണക്ട് ചെയ്ത് വന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജുമാണ്. അപ്പോൾ ഇതുപോലെയുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്ന സമയത്ത് 2 ജില്ലകൾക്കുള്ള കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കൃഷി സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതുമാണ്. പിന്നെ അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഇതൊരു ഉണർവേകും. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 2 ജില്ലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് കൂടുതൽ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ജില്ലകൾ തമ്മിലുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനോടനുബന്ധിച്ചിട്ട് ഇതിന്റെ പരിസര പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങളും വളരുന്നതാണ്. അതുപോലെ തന്നെ പട്ടാമ്പി തൃത്താല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കുറ്റിപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവിടെ നിന്നും വളാഞ്ചേരി, മലപ്പുറം, കോഴിക്കോട്, തിരൂര്, തിരുനാവായ, പിന്നെ കാടാമ്പുഴ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ സുഖം. അതേമാതിരി തന്നെ തിരിച്ചും അവിടുന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് പാലക്കാട് ജില്ലയിൽ കടക്കാൻ വേണ്ടിയിട്ട് ഈ പാലം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡില്ലേ, അതിൽ വെങ്ങാട് എന്ന സ്ഥലമുണ്ട്. അവിടുന്ന് നേരെ അങ്ങോട്ട് പാലക്കാട് ജില്ലയിൽ കടക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുങ്ങോട്ടൂർ ഭാഗത്തേക്കാണ് ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇതേമാതിരി അപ്രോച്ച് റോഡിന്റെ വർക്ക് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. പാലത്തിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട്. ഇതുപോലെയുള്ള ഒട്ടനവധി റെഗുലേറ്റർ കം ബ്രിഡ്ജും അതുപോലെ തന്നെ പാലങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പല പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പാലങ്ങൾ വരുന്ന സമയത്താണ് ദൂരം വളരെ കുറഞ്ഞത്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മറ്റു സ്ഥലങ്ങൾക്ക് എത്താൻ വേണ്ടി ഏകദേശം 10-15 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞു പോകണം. അത് ഏകദേശം ഒരു 400-500 അല്ലെങ്കിൽ 1 കിലോമീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചിട്ട് നമുക്ക് വേഗം എത്താൻ സാധിക്കുന്നതാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം വന്നിട്ടുണ്ട്. വേമ്പനാട് കായലിന് കുറുകെ പെരുമ്പളം ദ്വീപിലേക്ക്. ആ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നവുമാണ്. അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് പണി നടക്കാത്തൊരു പാലം കൂടി ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ, മാക്കിയേക്കടവ് നേരേക്കടവ് പാലം. അതിപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. പിന്നെ മലപ്പുറം ജില്ലയിൽ പടിഞ്ഞാറേക്കര ഭാഗത്ത് നായർതോട് പാലം, അത് അവസാന ഘട്ടത്തിലാണ്. പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന പാലമാണ്. വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട് പണികൾ. എടപ്പാൾ ഭാഗത്താണ് ഒളമ്പക്കടവ് പാലം. അപ്പോൾ 2026 കേരളത്തിൽ കുറേ പാലങ്ങളുടെ ഉദ്ഘാടനം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് തുടങ്ങുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി അപ്രോച്ച് റോഡിന്റെ പണി മാത്രമേ നടക്കാനുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അഥവാ കുമ്പിടി പാലം. ലേറ്റസ്റ്റ് അപ്ഡേഷൻ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.